ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ SCERT 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. അപ്പോൾ ഡൽഹിയുടെ ആദ്യകാല പേര് ദില്ലിക. ഡൽഹിയുടെ ആദ്യകാല പേര് ദില്ലിക. ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ആദ്യ രാജവംശമാണ് തൊമാർ രാജവംശം. ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ആദ്യ രാജവംശമാണ് തൊമാർ രാജവംശം. 2ാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് ആരെ? പൃഥ്വിരാജ് ചൗഹാൻ. 2ാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് ആരെയാണ്? പൃഥ്വിരാജ് ചൗഹാൻ. കുത്തബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച രാജവംശം ഏതാണ്? മാമലൂക്ക് രാജവംശമാണ്. മാമലൂക്ക് രാജവംശം. അപ്പോൾ മാമലൂക്ക് രാജവംശം അല്ലെങ്കിൽ സ്ലാവ് രാജവംശം അല്ലെങ്കിൽ അടിമ വംശം എന്നൊക്കെ പറയുന്നതാണ് ഏതാണ്? കുത്തബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച രാജവംശം. ഏതൊക്കെയാണ്? മാമലൂക്ക്, സ്ലാവ്, അടിമ വംശം. ഓക്കെ, മാമലൂക്ക് അല്ലെങ്കിൽ സ്ലാവ് വംശം അല്ലെങ്കിൽ അടിമ വംശം ആരാണ് സ്ഥാപിച്ചത്? കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു? അതായത് ആരംഭിച്ചതാര്, പൂർത്തിയാക്കിയതാര്? കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. എന്നാൽ അത് പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്, പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ഇൽത്തുമിഷാണ്. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇൽത്തുമിഷാണ്. അപ്പം അദ്ദേഹം കൊണ്ടുവന്ന 2 നാണയങ്ങളാണ് തങ്ക, ജിത്തൽ. ഏതാണ്? തങ്ക, ജിത്തൽ. ഇതിൽ ജിത്തൽ കോപ്പറിൻ്റെ കോയിനും തങ്ക സിൽവർ കോയിനും ആയിരുന്നു. ഓക്കെ, ജിത്തൽ കോപ്പറിൻ്റെ കോയിനും തങ്ക സിൽവറിൻ്റെ കോയിനും ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡൽഹിയുടെ ആദ്യകാല പേര് ദില്ലിക. ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ആദ്യ രാജവംശമാണ് തൊമാർ രാജവംശം. തൊമാർ രാജവംശം അല്ലെങ്കിൽ തോമർ രാജവംശം എന്ന് നമ്മൾ പറയും. 2ാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് ആരെയാണ്? പൃഥ്വിരാജ് ചൗഹാൻ. കുത്തബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച രാജവംശമാണ് മാമലൂക്ക് അല്ലെങ്കിൽ സ്ലാവ് അല്ലെങ്കിൽ അടിമ വംശം. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്, പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് കൊണ്ടുവന്ന നാണയങ്ങളാണ് ജിത്തലും തങ്കയും. ജിത്തൽ ഏതായിരുന്നു? കോപ്പറിൻ്റെ കോയിനായിരുന്നു ജിത്തൽ. തങ്ക സിൽവർ കോയിനായിരുന്നു. ഓക്കെ, ഇനി ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരി ആരാണ്? സുൽത്താന റസിയ. ആദ്യത്തെ ഖിൽജി ഭരണാധികാരിയാണ് ജലാലുദ്ദീൻ ഖിൽജി. ആദ്യത്തെ ഖിൽജി ഭരണാധികാരിയാണ് ജലാലുദ്ദീൻ ഖിൽജി. ഏറ്റവും പ്രഗത്ഭനായ ഖിൽജി ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ആദ്യത്തെ ഖിൽജി ഭരണാധികാരി ജലാലുദ്ദീൻ ഖിൽജിയും ഏറ്റവും പ്രഗത്ഭനായ ഖിൽജി ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയുമാണ്. ഓക്കെ, അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. ആദ്യത്തെ ഖിൽജി ഭരണാധികാരിയാണ് ജലാലുദ്ദീൻ ഖിൽജി. ഏറ്റവും പ്രഗത്ഭനായ ഖിൽജി ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് ഒന്നുകൂടി നോക്കാം. ഡൽഹിയുടെ ആദ്യകാല പേര് ദില്ലിക. ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ആദ്യ രാജവംശം തൊമാർ രാജവംശം. 2ാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് പൃഥ്വിരാജ് ചൗഹാനെ. കുത്തബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച രാജവംശമാണ് മാമലൂക്ക് അല്ലെങ്കിൽ സ്ലാവ് രാജവംശം അല്ലെങ്കിൽ അടിമ വംശം. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്, അത് പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇൽത്തുമിഷാണ്. അദ്ദേഹം കൊണ്ടുവന്ന 2 നാണയങ്ങളാണ് ജിത്തലും തങ്കയും. ജിത്തൽ കോപ്പറിൻ്റെ കോയിനാണ്, തങ്ക സിൽവർ കോയിനാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ആദ്യത്തെ ഖിൽജി ഭരണാധികാരിയാണ് ജലാലുദ്ദീൻ ഖിൽജി. ഏറ്റവും പ്രഗത്ഭനായ ഖിൽജി ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഇനി തുഗ്ലക്ക് രാജവംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. തുഗ്ലക്ക് രാജവംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഇനി മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് ബാബറാണ്. അപ്പോൾ തുഗ്ലക്ക് രാജവംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. മുഗൾ രാജവംശ സ്ഥാപകനാണ് ബാബർ.
അപ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധം, അതായത് 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധി രാജവംശത്തിലെ രാജാവായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ചത്. എന്താണ്? 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധി രാജവംശത്തിലെ രാജാവായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ചത്. ബാബർ എഴുതിയ പ്രധാന കൃതിയാണ് തുസുക്ക് ഇ ബാബറി. ബാബർ എഴുതിയ പ്രധാന കൃതിയാണ് തുസുക്ക് ഇ ബാബറി. അക്ബർനാമ എന്ന കൃതി എഴുതിയതാരാണ്? അത് അബുൾ ഫാസലാണ്. അക്ബർനാമ എന്ന കൃതി എഴുതിയത് അബുൾ ഫാസലാണ്. അപ്പോൾ അത് 3 വോളിയമായിട്ടാണ് അക്ബർനാമ എഴുതിയിട്ടുള്ളത്. അതിലെ 3ാമത്തെ വോളിയം അറിയപ്പെടുന്നതാണ് ഐൻ ഇ അക്ബാരി. ഐൻ ഇ അക്ബാരി. ഓക്കെ, അപ്പോൾ ബാബർ എഴുതിയ പ്രധാന കൃതിയാണ് തുസുക്ക് ഇ ബാബറി. അക്ബർനാമ എന്ന കൃതി 3 വോളിയമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അബുൾ ഫാസലാണ് അക്ബർനാമ എഴുതിയത്. 3ാമത്തെ വോളിയം അറിയപ്പെടുന്ന പേരാണ് ഐൻ ഇ അക്ബറി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. തുഗ്ലക്ക് രാജവംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. മുഗൾ രാജവംശ സ്ഥാപകനാണ് ബാബർ. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധി രാജവംശത്തിലെ രാജാവായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ചത്. ബാബർ എഴുതിയ പ്രധാന കൃതി തുസുക്ക് ഇ ബാബറിയാണ്. ഇനി അക്ബർനാമ എന്ന കൃതി എഴുതിയതാരാണ്? അത് അബുൾ ഫാസലാണ്. 3 വോളിയമായാണ് അത് എഴുതിയിട്ടുള്ളത്. 3ാമത്തെ വോളിയം അറിയപ്പെടുന്നതാണ് ഐൻ ഇ അക്ബറി. ഓക്കെ, ഇനി മുഗൾ ഭരണത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? ഷാജഹാൻ. മുഗൾ ഭരണകാലത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടമാണ്. മാൻസബ്ദാരി സമ്പ്രദായം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ്. മാൻസബ്ദാരി സമ്പ്രദായം ആരംഭിച്ചത് അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? മധ്യകാല ഇന്ത്യ എന്നുണ്ട്, നോട്ടിൽ ഇന്ത്യ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ, അതായത് CE 8 ടു CE 18. എന്താണ് CE? കോമൺ എറ. നമ്മൾ ADക്ക് പകരം പറയുന്നതാണ് CE, കോമൺ എറ. ഓക്കെ, അപ്പോൾ മധ്യകാല ഇന്ത്യ എന്ന് ഇന്ത്യ ചരിത്രത്തിൽ പറയുന്ന കാലഘട്ടമാണ് 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഓക്കെ, അപ്പോൾ തുഗ്ലക്ക് രാജവംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. മുഗൾ രാജവംശ സ്ഥാപകനാണ് ബാബർ. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ചത്. ബാബർ എഴുതിയ പ്രധാന കൃതിയാണ് തുസുക്ക് ഇ ബാബറി. അക്ബർനാമ എന്ന കൃതി രചിച്ചത് അബുൾ ഫാസലാണ്. 3 വോളിയമായിട്ടാണ് അക്ബർനാമ രചിച്ചത്. അതിലെ 3ാമത്തെ വോളിയം അറിയപ്പെടുന്നത് ഐൻ ഇ അക്ബറി. ഐൻ ഇ അക്ബറി. മുഗൾ ഭരണത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടമാണ്. മാൻസബ്ദാരി സമ്പ്രദായം ആരംഭിച്ചത് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്ന കാലഘട്ടം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ്, അതായത് CE 8 മുതൽ CE 18 വരെ. CE എന്ന് വെച്ചാൽ കോമൺ എറയാണ്. ADക്ക് പകരം പറയുന്നതാണ് CE. ഇനി ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ്. ഓക്കെ, ഡൽഹിയിൽ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് ഡൽഹി എന്നാണ്. ഓക്കെ, സിന്ധു ഗംഗാ സമതല പ്രദേശം, ആരവല്ലി പർവ്വതനിര, യമുന, ഇതൊക്കെ കൂടിച്ചേരുന്ന ഭാഗമാണ് എന്ത്? ഡൽഹി എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് ആദ്യം സിന്ധു ഗംഗാ സമതല പ്രദേശം. എന്താണ്? ഫലഭൂയിഷ്ഠവും കൃഷിക്ക് അനുയോജ്യവുമായിരുന്നു. ഓക്കെ, സിന്ധു ഗംഗാ സമതല പ്രദേശം എന്താണ്? ഫലഭൂയിഷ്ഠവും കൃഷിക്ക് അനുയോജ്യവും ആയിരുന്നു. ഇനി ആരവല്ലി പർവ്വതനിര ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിച്ചു. പിന്നെ ഡൽഹിയിൽ പണികഴിപ്പിച്ച കോട്ടകൾക്കും കെട്ടിടങ്ങൾക്കും ആവശ്യമായ കല്ലുകളെല്ലാം എടുത്തത് എവിടെ നിന്നാണ്? ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഡൽഹി എന്ന സ്ഥലത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂപ്രദേശം അതിനടുത്ത് തന്നെ ഉള്ളതാണ് ആരവല്ലി പർവ്വതനിര. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിച്ചു. കൂടാതെ ഡൽഹിയിൽ പണികഴിപ്പിച്ച കോട്ടകൾക്കും കെട്ടിടങ്ങൾക്കും ആവശ്യമായ കല്ലുകളൊക്കെ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ്. പിന്നെ ഉള്ളതാണ് യമുന. ജലഗതാഗതത്തിനും ജലലഭ്യത ഉറപ്പുവരുത്താനും യമുന നദി ഡൽഹിയെ സഹായിച്ചു.
ജലഗതാഗതത്തിനും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും യമുന നദി ഡൽഹിയെ സഹായിച്ചു. ഓക്കെ, അപ്പോൾ ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് സിന്ധു ഗംഗ സമതല പ്രദേശം, ആരവല്ലി പർവ്വതനിര, യമുന. സിന്ധു ഗംഗ സമതല പ്രദേശം ഫലഭൂയിഷ്ഠവും കൃഷിക്ക് അനുയോജ്യവുമായിരുന്നു. ആരവല്ലി പർവ്വതനിരയാണെങ്കിലോ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിച്ചു. ഡൽഹിയിൽ പണികഴിപ്പിച്ച കോട്ടകൾക്കും കെട്ടിടങ്ങൾക്കും ആവശ്യമായ കല്ലുകൾ എടുത്തത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ്. ഇനി യമുന ജലഗതാഗതത്തിനും ജലലഭ്യത ഉറപ്പുവരുത്തുവാനും ഡൽഹിയെ സഹായിച്ചു. ഇനി ആരാണ് രജപുത്രർ? രജപുത്രർ ആരാണ്? മധ്യ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രജപുത്രർ എന്ന് പറയുന്നത്. ഓക്കെ, മധ്യ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രജപുത്രർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള വിഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞ തൊമാറും ചൗഹാനും. ഓക്കെ, അപ്പോൾ രജപുത്ര വിഭാഗത്തിൽപ്പെടുന്നതാണ് ഏതൊക്കെ? തൊമാറും ചൗഹാനും. മുഹമ്മദ് ഗോറിയുടെ പട്ടാള മേധാവി എന്നറിയപ്പെടുന്നതും അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. ഓക്കെ, അപ്പോൾ അടിമവംശ സ്ഥാപകൻ ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. അതുപോലെ മുഹമ്മദ് ഗോറിയുടെ പട്ടാള മേധാവി ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ഗോറിയുടെ പട്ടാള മേധാവിയും അടിമവംശ സ്ഥാപകനുമായിരുന്ന വ്യക്തിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. സുൽത്താൻ ഭരണ കാലഘട്ടം എപ്പോഴാണ്? 1206 മുതൽ 1526 വരെ. സുൽത്താൻ ഭരണ കാലഘട്ടം 1206 മുതൽ 1526 വരെ. ഇനി ഇൽത്തുമിഷിൻ്റെ 2-3 പോയിന്റ്സ് ആണ്. അടിമ വംശത്തിലെ ഒരു ഭരണാധികാരിയാണ് ആര്? ഇൽത്തുമിഷ്. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നിവ പിടിച്ചടക്കി. ഏകീകൃത നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു. തങ്ക, ജിത്തൽ. ഓക്കെ, അപ്പോൾ ഇൽത്തുമിഷ് അടിമവംശ ഭരണാധികാരിയാണ്. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നിവ പിടിച്ചടക്കി. ഏകീകൃത നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു. അതേതൊക്കെയാണ്? തങ്ക, ജിത്തൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് സിന്ധു ഗംഗ സമതല പ്രദേശം ഫലഭൂയിഷ്ഠവും കൃഷിക്ക് അനുയോജ്യവുമായിരുന്നു. ആരവല്ലി പർവ്വതനിര ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും പിന്നെ എന്താണ് കോട്ടകൾക്കും കെട്ടിടങ്ങൾക്കുമുള്ള കല്ലുകൾ എടുത്തതും ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ്. യമുന ജലഗതാഗതത്തിനും ജലലഭ്യത ഉറപ്പുവരുത്തുവാനും ഡൽഹിയെ സഹായിച്ചു. രജപുത്രരാരാണ്? മധ്യ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രജപുത്രർ. പ്രധാന രജപുത്ര വിഭാഗങ്ങളാണ് തൊമാറും ചൗഹാൻ. മുഹമ്മദ് ഗോറിയുടെ പട്ടാള മേധാവിയും അടിമവംശ സ്ഥാപകനുമായ വ്യക്തി ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. സുൽത്താൻ ഭരണ കാലഘട്ടം 1206 മുതൽ 1526 വരെ. ഇൽത്തുമിഷിൻ്റെ പോയിന്റ്സ് ആണ്. അടിമവംശത്തിലെ ഭരണാധികാരിയാണ്. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നിവ പിടിച്ചടക്കി. ഏകീകൃത നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു. തങ്ക, ജിത്തൽ. ഓക്കെ, ഇനി ഗുജറാത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്താണ്? വലിയൊരു തീരപ്രദേശമുണ്ട്. ഗുജറാത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് അവിടെ എന്താണ്? വലിയൊരു തീരപ്രദേശമുണ്ട്. അതിനാൽ തന്നെ ധാരാളം തുറമുഖങ്ങളും ഉണ്ടായിരുന്നു. തീരപ്രദേശമുണ്ട്, അതിനാൽ തന്നെ ധാരാളം തുറമുഖങ്ങളും ഉണ്ടായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്ത് കീഴടക്കിയതിനാൽ അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയെല്ലാം മെച്ചപ്പെടുത്താൻ സാധിച്ചു? അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്ത് കീഴടക്കിയതിനാൽ അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയെല്ലാം മെച്ചപ്പെടുത്താൻ സാധിച്ചു? അപ്പോൾ തുറമുഖങ്ങൾ ഉള്ളതിനാൽ ഇറാഖിൽ നിന്ന് ധാരാളം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗുജറാത്തിൽ എന്താണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് വലിയൊരു തീരപ്രദേശമുണ്ട്, ധാരാളം തുറമുഖങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ തുറമുഖങ്ങൾ ഉള്ളതിനാൽ ഇറാഖിൽ നിന്ന് ധാരാളം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു? അലാവുദ്ദീൻ ഖിൽജിക്ക് കഴിഞ്ഞു. അതിലൂടെ സൈന്യത്തിൻ്റെ ശക്തി കൂട്ടിയതോടെ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും പിടിച്ചടക്കി. ഓക്കെ, അപ്പോൾ ഗുജറാത്ത് വഴി എന്ത് ചെയ്തു? കുതിരകൾ കൂടുതൽ ഇറാഖിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അതോടെ സൈന്യത്തിൻ്റെ ശക്തി കൂടി. തുടർന്ന് എന്ത് ചെയ്തു? ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും പിടിച്ചടക്കി. ഓക്കെ, തുഗ്ലക്ക് രാജവംശത്തിൻ്റെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. തുഗ്ലക്ക് രാജവംശത്തിൻ്റെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഡൽഹിയിലെ അവസാന സുൽത്താൻ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. ഡൽഹിയിലെ അവസാന സുൽത്താൻ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളത്, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഡൽഹിയുടെ ആദ്യകാല പേര് ദില്ലിക. ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ആദ്യ രാജവംശം തൊമാർ രാജവംശം.
രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയതാരെ? പൃഥ്വിരാജ് ചൗഹാൻ. കുത്തബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച രാജവംശം മാമലൂക്ക്, സ്ലാവ് അല്ലെങ്കിൽ അടിമവംശം. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കും പൂർത്തിയാക്കിയത് ഇൽത്തുമിഷും. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇൽത്തുമിഷാണ്. തങ്ക, ജിത്തൽ എന്ന 2 നാണയങ്ങൾ, ജിത്തല് കോപ്പർ കോയിനും തങ്ക സിൽവർ കോയിനുമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ഒരേയൊരു വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ആദ്യത്തെ ഖിൽജി ഭരണാധികാരിയാണ് ജലാലുദ്ദീൻ ഖിൽജി. ഏറ്റവും പ്രഗത്ഭനായ ഖിൽജി ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. തുഗ്ലക്ക് രാജവംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. മുഗൾ രാജവംശ സ്ഥാപകനാണ് ബാബർ. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധി രാജവംശത്തിലെ രാജാവായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ചത്. അപ്പോൾ 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ബാബർ എഴുതിയ പ്രധാന കൃതിയാണ് തുസുഖ്-ഇ ബാബറി. ഇനി അക്ബർനാമ എന്ന കൃതി എഴുതിയത് ആരാണ്? അത് അബുൾ ഫാസലാണ്. 3 വോളിയമായിട്ടാണ് അക്ബർനാമ എഴുതിയിട്ടുള്ളത്. അതിലെ 3ാമത്തെ വോളിയം അറിയപ്പെടുന്നത് ഐൻ-ഇ അക്ബറി. മുഗൾ ഭരണത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടമാണ്. മാൻസബ്ദാരി സമ്പ്രദായം ആരംഭിച്ചത് അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്ന കാലഘട്ടം, ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാല ഇന്ത്യ എന്നറിയുന്ന കാലഘട്ടം ഏതാണ്? CE 8 to CE 18 കോമൺ എറ. ഓക്കെ, 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് സിന്ധു ഗംഗ സമതല പ്രദേശം. അതെന്താണ്? ഫലഭൂയിഷ്ഠവും കൃഷിക്ക് അനുയോജ്യവും ആയിരുന്നു. ആരവല്ലി പർവ്വതനിര എന്താണ്? ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിച്ചു. യമുന എന്താണ്? ജലഗതാഗതത്തിനും ജലലഭ്യത ഉറപ്പുവരുത്താനും യമുന നദി ഡൽഹിയെ സഹായിച്ചു. ആരാണ് രജപുത്രർ? മധ്യ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രജപുത്രർ. പ്രധാന രജപുത്ര വിഭാഗങ്ങളാണ് തൊമാർ, ചൗഹാൻ. മുഹമ്മദ് ഗോറിയുടെ പട്ടാള മേധാവിയും അടിമവംശ സ്ഥാപകനും അതാരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. സുൽത്താൻ ഭരണ കാലഘട്ടം 1206 മുതൽ 1526 വരെ. ഇൽത്തുമിഷ് അടിമവംശ ഭരണാധികാരിയാണ്. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നിവ പിടിച്ചടക്കി ഏകീകൃത നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു. അദ്ദേഹം കൊണ്ടുവന്ന നാണയങ്ങളാണ് തങ്ക, ജിത്തൽ. ഗുജറാത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് വലിയൊരു തീരപ്രദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം തുറമുഖങ്ങളുമുണ്ട്. അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്ത് കീഴടക്കിയതിനാൽ അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയൊക്കെ മെച്ചപ്പെട്ടു? തുറമുഖങ്ങൾ ഉള്ളതിനാൽ ഇറാഖിൽ നിന്ന് ധാരാളം കുതിരകളെ ഇറക്കുമതി ചെയ്തു. അതിലൂടെ സൈന്യത്തിൻ്റെ ശക്തി കൂട്ടി. അത് ശക്തി കൂടിയതോടെ എന്ത് ചെയ്തു? ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയുമൊക്കെ പിടിച്ചടക്കി. തുഗ്ലക്ക് രാജവംശത്തിൻ്റെ പ്രധാന ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഡൽഹിയിലെ അവസാന സുൽത്താൻ ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്